ഇപ്പോൾ കൗൺസിലർ കരമന അജിത്ത് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ കരമന അജിത്ത്, നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും ഈ വെള്ളക്കെട്ട് വിഷയവുമായി ബന്ധപ്പെട്ട നമ്മൾ ചർച്ച ചെയ്തപ്പോൾ വളരെയധികം ദുരിതമാണ് ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ആ ദുരന്തങ്ങളൊക്കെ തന്നെയും നമ്മൾ ചർച്ച ചെയ്തതാണ്. വളരെയധികം ദുരിതാവസ്ഥയിൽ കിടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ കൃത്യമായൊരു സഹായം ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. 200 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ ഇത്തരത്തോളം വീഴ്ച കാണിച്ച സംസ്ഥാന സർക്കാർ നഗരസഭയ്ക്കുമുള്ള ഒരു ശക്തമായൊരു മറുപടി കൂടിയല്ലേ കേന്ദ്ര സർക്കാരിന്റെ ഈ ഒരു ഇടപെടൽ? കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 10 വർഷക്കാലത്ത് ഭരണത്തിന് കീഴില് നമ്മുടെ തിരുവനന്തപുരത്ത് മാത്രമല്ല ഈ കേരള സംസ്ഥാനത്ത് നിരവധി പ്രോജക്റ്റുകളാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അതിൽ പ്രധാനമായിട്ടും നമ്മുടെ സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഏകദേശം 1200 കോടി രൂപയാണ് തിരുവനന്തപുരത്തിന് മാത്രം നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മുടെ രേഖകൾ സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ അമൃത് പ്രോജക്റ്റ്, അമൃതിന്റെ 1ഉം 2ഉം കഴിഞ്ഞു. അമൃത് പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് കൃത്യമായി കേന്ദ്ര ഗവൺമെന്റ് അനുവദിച്ചിട്ടുള്ള പണം അത് ഉപയോഗിച്ചിട്ടില്ല. അതിൽ 33% മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ എന്ന് കണക്കുകൾ പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. കാരണം അമൃത് 1 നമ്മളെ ഈ പറയുന്ന ഓടകളുടെ നവീകരണം ഉൾപ്പെടുത്തണം. ഓടകളുടെ നവീകരണം ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ വെള്ളത്തിന്റെ ഒഴുക്കുകൾ പോകുന്നതിന് പുതിയതായിട്ട് ഓടകൾ നിർമ്മിക്കുവാൻ വേണ്ടിയും അതുപോലെ തന്നെ ഉള്ള ഓടകളും ആ ഓടകളുടെ മെയിൻ്റനൻസ് ചെയ്യുന്നതിന് കൃത്യമായി നമ്മൾ അമൃത് പ്രോജക്റ്റ് വഴി അനുവദിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. നോക്കണേ, കേന്ദ്ര ഗവൺമെന്റ് കോടിക്കണക്കിന് രൂപ അനുവദിച്ച സമയത്ത് ഏകദേശം 33% മാത്രമേ അത് വിനിയോഗിക്കാൻ സാധിച്ചിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ ഈ എന്തുമാത്രം ഉദാസീനതയാണ് നമ്മുടെ സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്ന് നമുക്ക് കണക്കുകൾ പരിശോധിക്കുന്ന സമയത്ത് കാണാൻ സാധിക്കും. ഈ കഴിഞ്ഞ 2017 സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പണം അനുവദിച്ചത്. 2017 കഴിഞ്ഞിട്ട് 7 വർഷം പിന്നിട്ടിരിക്കുന്നു. 7 വർഷം പിന്നിട്ടിട്ട് ഈ 7 വർഷം ആയിട്ടും സ്മാർട്ട് സിറ്റിയുടെ പണി പൂർത്തീകരിക്കുവാൻ നമ്മുടെ സ്ഥാപനങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് നമ്മുടെ സത്യാവസ്ഥ നമ്മുടെ മുന്നിലുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ കേന്ദ്രം ഒന്നും തരുന്നില്ല എന്ന് നാഴികയ്ക്ക് 40 വട്ടം പറയുന്നതല്ലാതെ ഈ തരുന്ന പണം കൃത്യമായി ഉപയോഗിക്കുവാനുള്ള ഇച്ഛാശക്തി ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനോ അത് സംസ്ഥാന സർക്കാരിനോ ഇല്ല എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമാക്കുന്നു. ഇപ്പോൾ നോക്കണേ, നമ്മുടെ രാജീവ് ചന്ദ്രശേഖർജി ഈ തിരുവനന്തപുരത്തിന്റെ വിവിധ ഭാഗങ്ങൾ, തിരുവനന്തപുരം പാർലമെന്റിന്റെ മുക്കിലും മൂലയും സഞ്ചരിച്ച സമയത്ത് അവിടുത്തെ ജനങ്ങൾ മുഴുവൻ പലതരത്തിലുമുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പ്രധാനമായിട്ടും നമ്മൾ ഈ ഇലക്ഷൻ സമയത്ത് തന്നെ ഈ വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് നിരവധി പരാതികൾ അദ്ദേഹത്തിന് മുന്നിൽ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇത്ര പെട്ടെന്ന്, നിങ്ങൾ നോക്കണേ, ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എത്ര പെട്ടെന്ന് തന്നെ ഇത്തരം കാര്യങ്ങൾ ഇടപെടുവാനും ആ ഇടപെട്ടതിന് നമ്മുടെ 8 മന്ത്രിമാരുണ്ടായിരുന്നിട്ട് ഇവിടെ നമ്മുടെ ഇന്ത്യ മഹാരാജ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ UPA ഗവൺമെന്റിന്റെ കാലത്ത് 8 മന്ത്രിമാരുണ്ടായിരുന്നു. ആ 8 മന്ത്രിമാരുണ്ടായിരുന്ന കാലാംശത്തിൽ കിട്ടിയതിന്റെ എത്രയോ മടങ്ങാണ് നമ്മുടെ കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് നമ്മുടെ കേരളത്തിന് ലഭിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ വെള്ളക്കെട്ട് എന്ന് പറയുന്നത് ഇവിടെ വരുത്തിവെച്ച വിനയാണ്. ഇത് ആസൂത്രണമില്ലായ്മ എന്നുള്ളത് വ്യക്തമാണ്. ഒരു പ്രവൃത്തി നടത്തുമ്പോൾ അതിനൊരു ആസൂത്രണം ഉണ്ടാകണം. ആസൂത്രണമില്ലായ്മ എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മുന്നിൽ കാണുന്ന ഒരു വ്യക്തമായ കാഴ്ചയാണ്. ഈ പണങ്ങളൊക്കെ അനുവദിക്കുന്ന സമയത്ത് ആ പണങ്ങളൊക്കെ വകമാറ്റി ചെലവഴിച്ചുകൊണ്ട് തീർച്ചയായിട്ടും ഓഖി ദുരന്തം വന്നപ്പോൾ നമ്മുടെ നിർമ്മലാ സീതാരാമൻജി ഈ ഓഖി ദുരന്ത പ്രദേശങ്ങൾ അവിടെ സന്ദർശിക്കുകയും ആ സന്ദർശിച്ചതിന് അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുവാൻ വേണ്ടി പണം അനുവദിക്കുവാനുള്ള മനസ്സ് കാണിച്ചു. ഈ പറയുന്ന കാര്യങ്ങൾ കേന്ദ്രത്തിൽ നിന്നും എല്ലാം പറ്റിയതിനു ശേഷം ആ കേന്ദ്രത്തിന്റെ കുറ്റം പറയുന്ന ഒരു സമീപനമാണ് നമുക്കിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശ്രീ കരമന അജിത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ വ്യാപകമായിട്ടുള്ള ഒരു ആക്ഷേപം സർക്കാരിനെതിരെയും നഗരസഭയ്ക്കെതിരെയൊക്കെ ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല, പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിൽ കേന്ദ്ര സർക്കാർ മുൻപ് നൽകിയ പല പദ്ധതി വിഹിതങ്ങൾ പോലും സംസ്ഥാന സർക്കാർ വകമാറ്റി ചെലവഴിച്ചിരുന്നു. അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഈ ഒരു സഹായത്തെ പോലും സംസ്ഥാന സർക്കാർ കൃത്യമായി വിനിയോഗിച്ചില്ലെങ്കിൽ അടുത്ത മഴക്കാലത്ത് തലസ്ഥാനവാസികളുടെ ഗതി എന്താകുമെന്നുള്ളൊരു ചോദ്യമല്ലേ ഉണ്ടാകുന്നത്? തീർച്ചയായിട്ടും നമ്മൾ പണം അനുവദിച്ചുകൊണ്ട് നമ്മൾ ഇത്തരം പ്രവൃത്തികളുമായി മുന്നോട്ട് പോകുമ്പോൾ അത് ചെയ്തു തീർക്കേണ്ടത് ആരാണ് ചെയ്തു തീർക്കേണ്ടത്?
സംസ്ഥാന സർക്കാരിന്റെയും അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഒക്കെയല്ലേ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ യഥാസമയം കേന്ദ്ര ഗവൺമെന്റ് പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ കാലാവധിക്ക് നിന്നുകൊണ്ട് തന്നെ അതിന്റെ പ്രവർത്തനങ്ങൾ ചെയ്തു തീർക്കേണ്ടത്. ഇതിപ്പോ എല്ലാം ഇവിടെ കേന്ദ്രമന്ത്രി വന്ന് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ഒരു വ്യവസ്ഥ നമുക്കില്ലേ? നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു വ്യവസ്ഥ ഇല്ലല്ലോ. അത് കേന്ദ്രം പണം അനുവദിക്കുന്നു. ഇവിടുത്തെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി അതിനാവശ്യമായിട്ടുള്ള പണം അനുവദിക്കുമ്പോൾ അതിന്റെ കാലഘട്ടത്തിന് അതിന്റെ ആ കാലാംശത്തിന്റെ അകത്ത് വളരെയധികം നന്ദി കരമന അജിത്ത പ്രതികരിച്ചതിന്.